ഇന്ത്യയുടെ സ്വകാര്യ അഹങ്കാരമാണ് കാശ്മീർ താഴ്വര. ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ അതിവിടെയാണെന്ന് ജഹാംഗീർ ചക്രവർത്തി വിശേഷിപ്പിച്ച മനോഹര താഴ്വര. രാജാക്കന്മാർ ഈ താഴ്വര കൈവശപ്പെടുത്തുന്നതിനായി പരസ്പരം മത്സരിച്ചു. അവരെയെല്ലാം ഈ ഭൂമിയിലേക്ക് വലിച്ചടിപ്പിച്ചത് അസാധാരണമായ പ്രകൃതി സൗന്ദര്യം തന്നെയായിരുന്നു. ഇന്നും കാശ്മീരിന്റെ വശ്യതയ്ക്ക് ഒരു കുറവും വന്നിട്ടില്ല. എത്തിച്ചേരാനുള്ള ബുദ്ധിമുട്ടുകൾ പോലും കണക്കിലെടുക്കാതെ ടൂറിസ്റ്റുകൾ ഇവിടേക്ക് ഒഴുകുകയാണ്. ഭീകരവാദികൾ ഉയർത്തുന്ന ഭീഷണികളൊന്നും അതിന് തടസ്സമാകുന്നില്ല. കാശ്മീർ വാലിയുടെ ഹൃദയം എന്ന് പറയാനാകുന്ന പ്രദേശമാണ് ശ്രീനഗർ. ഭൂപ്രകൃതി കൊണ്ട് സ്വിസ് നഗരങ്ങളോട് സാമ്യമുള്ള നഗരം. ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ നിന്നും തികച്ചും വേറിട്ട ഒരു നാടും സംസ്കാരവും കാണാനും അറിയാനും ആസ്വദിക്കാനും താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ഈ നഗരത്തിൽ ഒരിക്കലെങ്കിലും സന്ദർശനം നടത്തിയിരിക്കണം. ഈ സിറ്റി ടൂറിൽ നാം എത്തുന്നത് ശ്രീനഗർ നഗരത്തിലെ പ്രധാനപ്പെട്ട 10 ഡെസ്റ്റിനേഷനുകളിലേക്കാണ്. ആദ്യം ഷാലിമാർ ഗാർഡൻ, തുടർന്ന് ഹസ്രത്ത് ബാൽ മോസ്ക്, പിന്നെ നൈഗീൻ തടാകം, അടുത്തത് നിഷാദ് ബാഗ്, തുടർന്ന് ദാൽ തടാകം, പിന്നെ ട്യുലിപ്പ് ഗാർഡൻ. അവിടെ നിന്നും ദാൽ ലേക്ക് ഫ്ലോട്ടിംഗ് മാർക്കറ്റ്, തുടർന്ന് ജാമിയ മസ്ജിദ്, പിന്നെ ലാൽ ചൗക്ക്, അവസാനമായി ഗുൽമാർഗ്. തടാകങ്ങൾ പോലെ തന്നെ പ്രസിദ്ധമാണ് കാശ്മീരിലെ ഉദ്യാനങ്ങളും. സവിശേഷമായ കാലാവസ്ഥയും മണ്ണിന്റെ ഘടനയും കാരണം മറ്റെങ്ങും വളരാത്ത പല സസ്യ ഇനങ്ങളെയും ഇവിടെ കാണാനാവും. അതുകൊണ്ട് തന്നെ കാശ്മീരിലെ ഉദ്യാനങ്ങൾ പുറംനാട്ടുകാർക്ക് ഒരു പുതുമയാണ്. നാം ഇപ്പോൾ നിൽക്കുന്നത് ഷാലിമാർ ഗാർഡനിലാണ്. മുഗൾ ഭരണകാലത്ത് ജഹാംഗീർ ചക്രവർത്തി ഭാര്യ നൂർജഹാനു വേണ്ടി നിർമ്മിച്ച പൂന്തോട്ടം. ജഹാംഗീറിന്റെ പ്രണയ സ്മാരകമായും ഈ ഉദ്യാനത്തെ കണക്കാക്കാം. മുഗൾ കാലത്തെ ശൈലികളും നിർമ്മാണ രീതികളും ഒക്കെയാണ് ഷാലിമാർ ഗാർഡന്റെ സവിശേഷത. നീളമേറിയ പൂൾ, ഫൗണ്ടനുകൾ എന്നിവയൊക്കെ പേർഷ്യൻ പാരമ്പര്യത്തിൽ നിന്നുള്ളതാണ്. മധ്യഭാഗത്തായി ഒരു മാർബിൾ പവലിയനും കാണാം. ഇത് സിഖ് രാജാവായിരുന്ന രഞ്ജിത് സിംഗിന്റെ കാലത്ത് സ്ഥാപിച്ചതാണ്. 400 വർഷം നീണ്ട കാലയളവിലെ വ്യത്യസ്ത സംസ്കാരങ്ങളുടെ അടയാളങ്ങൾ ഉദ്യാനത്തിൽ കണ്ടെത്താനാകും. ഉയർന്നു നിൽക്കുന്ന ഹിമാലയ സാനുക്കളുടെ പശ്ചാത്തലം ഗാർഡന്റെ മനോഹാരിതയ്ക്ക് മാറ്റുകൂട്ടുന്നു. ഇനി പോകുന്നത് ശ്രീനഗറിലെ ഏറ്റവും പ്രസിദ്ധമായ ആരാധനാ കേന്ദ്രത്തിലേക്കാണ്. ഹസ്രത്ത് ബാൽ മോസ്ക്. വിപുലമായ പ്രാർത്ഥനാ ഹാളും വലിയ താഴികക്കുടവും മിനാരവുമൊക്കെയുള്ള മനോഹര മന്ദിരം. ദാൽ തടാകത്തിന്റെ സാമീപ്യവും പുൽത്തകിടിയോടുകൂടിയ ഗാർഡനും ഈ മോസ്കിന് ചാരുത പകരുന്നുണ്ട്. ശ്രീനഗറിലെ പഴയ മോസ്കുകളിൽ കുംഭഗോപുരങ്ങൾ ഉണ്ടാവാറില്ല. നഗരത്തിൽ ഈ മോസ്കിൽ മാത്രമാണ് അത്തരം ഗോപുരമുള്ളത്. വിശ്വാസികൾക്കിടയിൽ ഹസ്രത്ത് ബാലിനെ പ്രധാനപ്പെട്ടതാക്കുന്ന ഘടകം മോസ്കിൽ സൂക്ഷിച്ചിട്ടുള്ള നബിയുടെ മുടിയിഴയാണ്. പ്രവാചകന്റെ തിരുശേഷിപ്പ് ഇവിടെ എത്തിയതിനെ പറ്റി മുഗൾ സാമ്രാജ്യവുമായി ബന്ധപ്പെടുത്തി ചില ഐതിഹ്യങ്ങൾ വിശ്വാസികൾക്കിടയിൽ പ്രചാരത്തിലുണ്ട്. വിശേഷ ദിനങ്ങളിൽ തിരുശേഷിപ്പ് വിശ്വാസികൾക്കായി പ്രദർശിപ്പിക്കും. അപ്പോൾ വലിയ തിരക്കുണ്ടാകും മോസ്കിൽ.
ശ്രീനഗറിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളിൽ ഒന്നുകൂടിയാണ് ഹസ്രത്ത് ബാൽ മോസ്ക്. ഇനി നമുക്ക് ശ്രീനഗറിലെ ഒരു തടാകം കാണാൻ പോകാം. നൈഗീൻ ലേക്ക്. ചെറിയ തിട്ടയാൽ ദാൽ തടാകവുമായി വേർതിരിക്കപ്പെട്ട തടാകം. ജലാശയത്തിന്റെയും പർവ്വതത്തിന്റെയും പനോരമിക് ദൃശ്യങ്ങൾ ഇവിടെയും സഞ്ചാരികൾക്ക് ദൃശ്യവിരുന്നൊരുക്കുന്നു. സ്വിറ്റ്സർലൻഡിലെയും മറ്റും തടാകങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ കാണുന്ന പോലെയുള്ള കാഴ്ചകൾ. ശിക്കാര ബോട്ട് റൈഡാണ് ഇവിടെ പ്രധാന ആക്ടിവിറ്റി. ചുറ്റുവട്ട കാഴ്ചകൾ കണ്ടുകൊണ്ട് സാവധാനം ജലപ്പരപ്പിലൂടെ സഞ്ചരിക്കാം. തടാകത്തിന്റെ കരകളെ ബന്ധിപ്പിച്ച് ഫെറി സർവീസുകളും പ്രവർത്തിക്കുന്നു. ഫെറിയിൽ യാത്ര ചെയ്താൽ സാധാരണ ജനജീവിതത്തിന്റെ അനുഭവവും ലഭിക്കും. മനോഹരമായ ഹൗസ് ബോട്ടുകൾ കാശ്മീരിലെ തടാകങ്ങളുടെ സവിശേഷതയാണ്. തീരത്ത് നിർത്തിയിട്ടിട്ടുള്ള വലിയ ബോട്ടുകളാണിത്. താമസിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ള ജലയാനങ്ങൾ. കാശ്മീരി ശൈലിയിൽ അലങ്കാരപ്പണികൾ ചെയ്ത് മരത്തിൽ നിർമ്മിച്ചിട്ടുള്ള ബോട്ടുകളിൽ താമസിക്കുന്നതും രസകരമായ അനുഭവമാണ്. ഇനി സന്ദർശിക്കുന്നത് ശ്രീനഗറിലെ മറ്റൊരു ഉദ്യാനമാണ്. ദാൽ തടാകത്തോട് ചേർന്ന് കിടക്കുന്ന നിഷാദ് ഗാർഡൻ. മുഗൾ ഭരണകാലത്തായിരുന്നു ഈ ഉദ്യാനത്തിന്റെയും നിർമ്മാണം. നൂർജഹാന്റെ മൂത്ത സഹോദരൻ അസിഫ് ഖാനാണ് ഇത് നിർമ്മിക്കാൻ മുൻകൈയെടുത്തത്. അസിഫ് ഖാന്റെ മകളായിരുന്നു ഷാജഹാന്റെ ഭാര്യ മുംതാസ്. ഈ ഗാർഡന്റെ മനോഹാരിതയിൽ ആകൃഷ്ടനായ ഷാജഹാൻ ഉദ്യാനം സ്വന്തമാക്കാൻ ശ്രമിച്ചെന്നും എതിർത്ത അസിഫ് ഖാനോടുള്ള പ്രതികാരമെന്നോണം ജലസ്രോതസ് വഴിതിരിച്ചു വിട്ടുവെന്നുമൊക്കെയുള്ള ചില ഐതിഹ്യങ്ങളും ഉദ്യാനത്തെ ചുറ്റിപ്പറ്റിയുണ്ട്. പേർഷ്യൻ ശൈലി അടിസ്ഥാനമാക്കിയുള്ള മുഗൾ നിർമ്മാണ രീതിയാണ് നിഷാദ് ഗാർഡന്റെ മുഖ്യ ആകർഷണം. ദാൽ തടാകക്കരയിൽ നിന്ന് ആരംഭിക്കുന്ന ഗാർഡൻ അവസാനിക്കുന്നത് പർവ്വതത്തിന്റെ അടിവാരത്താണ്. പർവ്വത ചരിവിലൂടെ ഒലിച്ചിറങ്ങുന്ന ഒരു അരുവി ഗാർഡനെ പകുത്ത് കടന്നുപോകുന്നു. ഗാർഡനിലെ ഉയർന്ന പ്രദേശങ്ങളിൽ നിൽക്കുമ്പോൾ ദാൽ തടാകത്തിന്റെ മനോഹരമായ പനോരമിക് കാഴ്ചകൾ കാണാനാകും. ദാൽ തടാകം എന്ന് കേൾക്കാത്ത ഇന്ത്യക്കാരുണ്ടാകില്ല. ശ്രീനഗർ പോലെ തന്നെ പ്രസിദ്ധമാണ് ദാൽ ലേക്കും. ശ്രീനഗർ കാണാനെത്തുന്ന ഒരു സഞ്ചാരി ആദ്യം ഓടിയെത്തുന്നത് ഈ തടാക തീരത്തേക്കായിരിക്കും. ഇവിടെ നിന്ന് ജലാശയത്തിന്റെ കാഴ്ചകൾ ആസ്വദിക്കുമ്പോൾ കാലങ്ങളായി കാത്തുവെച്ച ഒരു മോഹം പൂവണിഞ്ഞ സംതൃപ്തിയായിരിക്കും അവർക്ക്. ഒരു ടൂറിസ്റ്റിന്റെ മനസ്സിൽ ദാൽ കാണാനുള്ള ആഗ്രഹം എത്രമാത്രം ശക്തമാണോ അതിലും ശക്തമാണ് ശ്രീനഗർ നിവാസികൾക്ക് ഈ തടാകത്തോടുള്ള ബന്ധം. ഇവർ ജീവിക്കുന്നത് തന്നെ തടാകത്തെ ചുറ്റിപ്പറ്റിയാണെന്ന് പറയാം. വള്ളത്തിൽ ദാൽ തടാകത്തിലൂടെയുള്ള യാത്രയാണ് ഇവിടുത്തെ പ്രധാന ആക്ടിവിറ്റി. നമ്മുടെ താല്പര്യം കണക്കിലെടുത്ത് യാത്രാ സമയം നിശ്ചയിക്കാം. അതിനനുസരിച്ച് തടാക തീരത്ത് കാണേണ്ട കാഴ്ചകളും. ശിക്കാര എന്നു പേരുള്ള പ്രാദേശിക വള്ളങ്ങളിലാണ് യാത്ര. കാശ്മീരി സംസ്കാരത്തിന്റെ ഭാഗമായ ജലയാനങ്ങളാണിത്. ഒരു വള്ളത്തിൽ പരമാവധി 2-3 പേർക്ക് യാത്ര ചെയ്യാം. ദാൽ തടാകത്തിന്റെ പ്രധാന ഭാഗം മാത്രം കണ്ടാൽ മതിയെങ്കിൽ ഏതാനും മണിക്കൂറുകൾ മാത്രം മതിയാകും. എന്നാൽ തടാകത്തിലെ കാഴ്ചകൾ അവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. 50-ലധികം ഗ്രാമങ്ങളിലായി ലക്ഷക്കണക്കിന് ആളുകൾ അധിവസിക്കുന്ന ഒരു ആവാസ മേഖല തടാകത്തിനു ചുറ്റുമുണ്ട്. ചതുപ്പ് നിലങ്ങളിൽ മരത്തടിയിൽ കെട്ടിയുയർത്തിയ വീടുകൾ, ഫ്ലോട്ടിംഗ് കൃഷിയിടങ്ങൾ എന്നിവയൊക്കെ
ഇന്ത്യയിൽ ദാൽ തടാകത്തിൽ മാത്രം കാണാനാവുന്ന കാഴ്ചകളാണ്. ദാൽ തടാകത്തിലെ ഗ്രാമങ്ങളും വേറിട്ട ജീവിത സംസ്കാരവും അടുത്തറിയാൻ ഷിക്കാരയിലുള്ള യാത്രയാണ് ഏറ്റവും മികച്ച മാർഗം. ഇന്ത്യയിലെ 13 സംസ്ഥാനങ്ങളിലൂടെയുള്ള സഞ്ചാരം ഇപ്പോൾ പെൻഡ്രൈവിൽ ലഭിക്കുന്നു. ചരിത്രവും ഐതിഹ്യങ്ങളും യഥാർത്ഥ ജീവിതവും ഒത്തുചേരുന്ന ഇന്ത്യൻ കാഴ്ചകളുടെ ഈ അസുലഭ ശേഖരം സ്വന്തമാക്കാൻ 99544422 എന്ന നമ്പറിലേക്ക് ഇന്ത്യ എന്ന് SMS ചെയ്യൂ. ശ്രീനഗറിലെ സവിശേഷമായ മറ്റൊരു ഉദ്യാനത്തിലേക്കാണ് ഇനി പോകേണ്ടത്. ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ ട്യുലിപ്പ് ഗാർഡൻ. ഏഷ്യയിലെ ഏറ്റവും വലിയ ട്യുലിപ്പ് ഉദ്യാനം. ഇത്രയും വലിയ ട്യുലിപ്പ് പൂന്തോട്ടങ്ങൾ യൂറോപ്പിൽ മാത്രമേ കാണാനാവൂ, പ്രത്യേകിച്ച് നെതർലാൻഡ്സിൽ. ഈ ചെടികളും നെതർലാൻഡ്സിൽ നിന്നും കൊണ്ടുവന്നതാണ്. നിലവിൽ 75 വ്യത്യസ്ത ഇനങ്ങളിൽപ്പെടുന്ന 20 ലക്ഷത്തോളം ട്യുലിപ്പ് ചെടികൾ ഗാർഡനിൽ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. നിറമനുസരിച്ച് ഓരോ നിരയായി ഇവ വേർതിരിച്ചിരിക്കുന്നു. ട്യുലിപ്പ് ഗാർഡനെ ആകർഷകമായ കാഴ്ചയാക്കുന്നത് ഈ ക്രമീകരണമാണ്. പൂക്കൾ പൂർണ്ണ വളർച്ചയെത്തുമ്പോൾ വർണ്ണശബളമായ മെത്ത വിരിച്ച പോലെയിരിക്കും ഗാർഡന്റെ ദൃശ്യങ്ങൾ. അപ്പോൾ ഫോട്ടോഗ്രാഫി വളരെ രസകരമായ വിനോദമാകും ഇവിടെ. ഏത് ആംഗിളിൽ നിന്ന് പകർത്തിയാലും അതിമനോഹരമായ ഫ്രെയിമുകൾ ലഭിക്കും. ഇവിടെ എത്തുന്ന സന്ദർശകരുടെ പ്രധാന ഹോബിയും ഫോട്ടോ എടുക്കുക എന്നതാണ്. ട്യുലിപ്പ് മാത്രമല്ല ഇവിടെയുള്ളത്. തണുത്ത കാലാവസ്ഥയിൽ വളരുന്ന 40-ലധികം ചെടികൾ ഗാർഡനിൽ പരിപാലിക്കുന്നുണ്ട്. ചെറി ബ്ലോസമാണ് പ്രധാനപ്പെട്ട മറ്റൊരിനം. ചെറി ബ്ലോസം പൂക്കുന്ന ഘട്ടങ്ങളിൽ പാർക്ക് കൂടുതൽ ഗംഭീരമായ കാഴ്ചയാകും. മാർച്ച് ഏപ്രിൽ മാസങ്ങളിലായി ട്യുലിപ്പ് ഫെസ്റ്റിവലും ഇവിടെ നടത്തുന്നുണ്ട്. ശ്രീനഗറിലെ ജനങ്ങൾക്ക് ദാൽ തടാകവുമായുള്ള ഇടചേർന്ന ബന്ധം മനസ്സിലാക്കാൻ കഴിയുന്ന ഡെസ്റ്റിനേഷനാണ് ഫ്ലോട്ടിംഗ് മാർക്കറ്റ്. പഴം, പച്ചക്കറി, പൂക്കൾ എന്നിങ്ങനെ പലതരം ഉൽപ്പന്നങ്ങൾ മൊത്തമായി വിൽക്കുന്ന വിപണിയാണിത്. ആളുകൾ വള്ളങ്ങളിൽ ചരക്കുമായി എത്തുന്നു. വള്ളങ്ങളിൽ ഇരുന്നു തന്നെ വിലപേശി കച്ചവടമുറപ്പിക്കുന്നു. സാധനങ്ങൾ വള്ളങ്ങളിലേക്ക് തന്നെ കൈമാറുന്നു. അതിരാവിലെ 4:30 മുതൽ 7 വരെയാണ് മാർക്കറ്റ് സമയം. മാർക്കറ്റിന്റെ സജീവമായ പ്രവർത്തനം കാണാൻ അല്പം നേരത്തെ തന്നെ എത്തണം. ചെറിയ ശിക്കാര വള്ളങ്ങളിലാണ് കച്ചവടക്കാർ സാധനങ്ങൾ കൊണ്ടുവരുന്നത്. ശിക്കാരയുടെ തുഞ്ചത്ത് കുത്തിയിരുന്നുള്ള ഇവരുടെ തുഴച്ചിൽ കാണേണ്ട കാഴ്ച തന്നെയാണ്. ചതുപ്പിലെ തുരുത്തുകളിൽ കൃഷി ചെയ്തെടുത്ത വിളകളാണ് വിൽപ്പനയ്ക്ക് എത്തിക്കുന്നത്. രാവിലെ എഴുന്നേറ്റ് തോട്ടത്തിൽ നിന്നും പറിച്ചെടുക്കുന്ന ഫ്രഷ് ഉൽപ്പന്നങ്ങൾ. ശിക്കാര വള്ളങ്ങളുമായി എത്തുന്നവർ ആദ്യം മാർക്കറ്റിലൂടെ തുഴഞ്ഞു നീങ്ങി ആകെയൊന്ന് നിരീക്ഷിക്കും. അതിനുശേഷം വിൽക്കാനുള്ളത് വിൽക്കുകയും വാങ്ങാനുള്ളത് വാങ്ങുകയും ചെയ്യും. ഉൽപ്പന്നങ്ങൾ പരസ്പരം കൈമാറിയുള്ള ബാർട്ടർ സമ്പ്രദായം പോലുമുണ്ട് ഇവിടെ. പ്രാകൃതമായ അളവ് തൂക്ക ഉപകരണങ്ങൾ മാർക്കറ്റിലെ ഒരു രസകരമായ കാഴ്ചയാണ്. പരസ്പരം അംഗീകരിച്ച ചില പരമ്പരാഗത രീതികളാണ് ഇവിടെ ഇപ്പോഴും പിന്തുടരുന്നത്. വർഷം 45 കോടി രൂപയുടെ ഇടപാട് ഈ മാർക്കറ്റിൽ നടക്കുന്നുണ്ടെന്നാണ് കണക്ക്. ശ്രീനഗറിലെ പ്രധാനപ്പെട്ട മറ്റൊരു മോസ്ക് കൂടി നമുക്ക് കാണേണ്ടതുണ്ട്. തനത് കാശ്മീരി ആർക്കിടെക്ചറിൽ നിർമ്മിച്ചിട്ടുള്ള ആരാധനാ കേന്ദ്രം ജാമിയ മസ്ജിദ്.
മോസ്ക് എന്ന് പറയുമ്പോൾ താഴികക്കുടമുള്ള മന്ദിരമാണ് മനസ്സിൽ വരുന്നതെങ്കിൽ ഈ നിർമ്മിതി നിങ്ങളെ അത്ഭുതപ്പെടുത്തും. ഒരു നാലുകെട്ടിന്റെ രൂപമാണ് ജാമിയ മസ്ജിദിനുള്ളത്. മധ്യത്തിലായി ചാർബാഗ് മാതൃകയിലുള്ള ഗാർഡനും. മസ്ജിദിന്റെ 4 വശങ്ങളിലും കമാനാകൃതിയിൽ വലിയ കവാടങ്ങളോടുകൂടിയ പവലിയനുകളുണ്ട്. കവാടങ്ങളിൽ ഇസ്ലാമിക് ശൈലിയുടെ സ്പർശം കാണാമെങ്കിലും മുകളിലുള്ള ഗോപുരം പുതുമയുള്ള കാഴ്ചയായിരിക്കും. പിരമിഡ് ആകൃതിയാണ് ഇതിനുള്ളത്. സാദൃശ്യമാകട്ടെ ബുദ്ധ പഗോഡയോടും. കാശ്മീരിൽ മാത്രം കാണുന്ന ഒരു നിർമ്മാണ രീതിയാണ് ഇതെന്ന് പറയാം. നഗരത്തിലെ ചെറിയ മോസ്കുകളിലും കാണാം ഇതേ ഡിസൈൻ. ആർക്കിടെക്ചർ കൊണ്ട് മാത്രമല്ല, ചരിത്രം കൊണ്ടും ജാമിയ മസ്ജിദ് ഒരു ശ്രദ്ധേയ ഡെസ്റ്റിനേഷൻ ആകുന്നുണ്ട്. കാശ്മീർ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട പല നീക്കങ്ങൾക്കും മോസ്ക് വേദിയായിരുന്നു. അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷുകാരുടെ കാലം മുതൽ ഇവിടെ നിയന്ത്രണങ്ങളും ഉണ്ടായിട്ടുണ്ട്. ശ്രീനഗറിന്റെ ഹൃദയം എന്ന് വിളിക്കാനാവുന്ന ചത്വരമാണ് നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ, ലാൽ ചൗക്ക്. ഇംഗ്ലീഷിൽ റെഡ് സ്ക്വയർ. ശ്രീനഗറിലെ കമ്മ്യൂണിസ്റ്റ് സ്വാധീന കാലത്ത് ലഭിച്ചതാണ് മോസ്കോയിലെ റെഡ് സ്ക്വയറിന്റെ പേരിലുള്ള നാമം. ശ്രീനഗറിന്റെയും കാശ്മീർ മേഖലയുടെയും രാഷ്ട്രീയ മുന്നേറ്റങ്ങളുടെ കേന്ദ്രം ഇവിടമാണെന്ന് പറയാനാകും. കാശ്മീരിനെ ഇന്ത്യൻ റിപ്പബ്ലിക്കിനോട് കൂട്ടിച്ചേർത്ത ശേഷം ആദ്യം പതാക ഉയർത്തിയത് ലാൽ ചൗക്കിലായിരുന്നു. കാശ്മീരിലെ വിഘടനവാദികൾ തങ്ങളുടെ ശക്തി തെളിയിക്കാൻ ശ്രമിച്ചിരുന്നതും ഇവിടെയാണ്. ചത്വരത്തിൽ ഇന്ത്യൻ പതാക ഉയർത്താൻ അവർ ഭരണകൂടത്തെ വെല്ലുവിളിക്കുകയും തുടർന്ന് NSG സംഘം വെല്ലുവിളി ഏറ്റെടുത്ത് പതാക ഉയർത്തുകയും ചെയ്ത സംഭവം വരെ ലാൽ ചൗക്കിൽ ഉണ്ടായിട്ടുണ്ട്. ഈ ചത്വരത്തിന്റെ രാഷ്ട്രീയ പ്രാധാന്യം കാണിക്കുന്ന സംഭവമാണത്. ഇന്നിവിടം നഗരത്തിലെ പ്രധാനപ്പെട്ട വാണിജ്യ കേന്ദ്രവും ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുമൊക്കെയാണ്. ഒരു ക്ലോക്ക് ടവറാണ് ലാൽ ചൗക്കിലെ പ്രധാന ആകർഷണം. ബജാജ് കമ്പനി 1980 നിർമ്മിച്ച ക്ലോക്ക് ടവർ ഇപ്പോൾ നവീകരിച്ച് മനോഹരമാക്കിയിട്ടുണ്ട്. ഇനി പോകുന്നത് ഗുൽമാർഗിലേക്കാണ്. ശ്രീനഗർ താഴ്വരയിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന പർവ്വതമുടികളുടെ സൗന്ദര്യം അടുത്തു കാണാൻ കഴിയുന്ന ഒരിടം. സാധാരണക്കാരായ സഞ്ചാരികൾക്കും സാഹസികത ആഗ്രഹിക്കുന്നവർക്കും വേണ്ടതെല്ലാം ഇവിടെയുണ്ട്. ഹിമാലയ പർവ്വതത്തിന്റെ ഗംഭീര കാഴ്ചകൾ തന്നെയാണ് ഗുൽമാർഗിന്റെ പ്രധാന ആകർഷണം. മുകളിലേക്ക് പോകും വഴി നിരവധി വ്യൂ പോയിന്റുകളുണ്ട്. താഴ്വരയുടെയും പൈൻമരങ്ങൾ വളർന്നു നിൽക്കുന്ന പർവ്വത ചരിവുകളുടെയും ഗംഭീര കാഴ്ചകൾ ഇവിടെ നിന്നും ആസ്വദിക്കാം. ശൈത്യകാലത്ത് പച്ചപ്പിനൊപ്പം മഞ്ഞിന്റെ ധവളിമ കൂടി ചേരുമ്പോൾ ഈ ദൃശ്യങ്ങൾക്ക് അസാധാരണ ഭംഗി കൈവരുന്നു. വേനലിൽ ഗുൽമാർഗിൽ എത്തിയാൽ കാണാനാവുക പച്ചപ്പുല്ല് നിറഞ്ഞ തളിക പോലുള്ള താഴ്വരയാണ്. മലയുടെ ചരിവിലൂടെ കുതിരസവാരി പോലുള്ള രസകരമായ ആക്ടിവിറ്റികളിൽ ഏർപ്പെടാം. ശൈത്യത്തിൽ മഞ്ഞു പരവതാനി വിരിച്ച പോലാകും ഈ പ്രദേശം. വീണ്ടും മുന്നോട്ടു പോയാൽ ഗുൽമാർഗിലെ ഏറ്റവും പ്രധാന അട്രാക്ഷനായ കേബിൾ കാറിനടുത്തെത്തും. ഏഷ്യയിലെ ഏറ്റവും ഉയരത്തിലുള്ളതും നീളം കൂടിയതുമായ കേബിൾ ലൈനുകളിൽ ഒന്നാണിത്. ആദ്യ ലൈനിൽ 2 കിലോമീറ്ററോളം സഞ്ചരിക്കുമ്പോൾ ആദ്യ ലെവലായ കോങ്ഡോറിയിലെത്തും. കോങ്ഡോറിയിൽ നിന്നും അടുത്ത ലൈനിൽ കയറി അഫാർവത്ത് കൊടുമുടിയിൽ ഇറങ്ങാം. പാറക്കെട്ടുകൾ നിറഞ്ഞ ഹിമാലയൻ പർവ്വതത്തിന്റെ കാഴ്ചകളാണ് ഇവിടെ വേനലിലുള്ളത്. ശൈത്യത്തിലാണെങ്കിൽ മഞ്ഞു മൂടിയ കൊടുമുടികളും. ഇന്ത്യയിലെ ഏറ്റവും മികച്ച സ്കീയിംഗ് ഡെസ്റ്റിനേഷനുകളിൽ ഒന്നാണ് ഗുൽമാർഗ്.
വിന്ററിൽ വിദേശികളടക്കം സ്കീയിങ്ങിനായി ഇവിടെ എത്തുന്നുണ്ട്. കൂടാതെ മൗണ്ടനിയറിംഗ് ആക്ടിവിറ്റിക്കും ഗുൽമാർഗിൽ അവസരമുണ്ട്. ശ്രീനഗർ നഗരത്തെയും അതിന്റെ സംസ്കാരത്തെയും അടുത്തറിഞ്ഞുകൊണ്ടുള്ള ഒരു ടൂറാണ് നാം ഇപ്പോൾ പൂർത്തിയാക്കിയത്. കാശ്മീർ വാലിയെ തങ്ങളുടെ കീഴിൽ നിലനിർത്താൻ ഉത്തരേന്ത്യയിലെ സാമ്രാജ്യങ്ങൾ എല്ലാ കാലത്തും പരസ്പരം മത്സരിച്ചിരുന്നു. അതിനുള്ള കാരണം ഈ യാത്രയിൽ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാകും. പർവ്വതനിരകളും പൈൻമരക്കാടുകളും തടാകങ്ങളുമെല്ലാം കൂടിച്ചേർന്ന് സൃഷ്ടിക്കുന്ന അപാരമായൊരു വശ്യത. ഋതുക്കൾ മാറുമ്പോൾ പുതിയ അലങ്കാരങ്ങളോടെ അണിഞ്ഞൊരുങ്ങി കാശ്മീരിന്റെ പ്രകൃതി നമുക്ക് മുന്നിൽ നിൽക്കും. ഏത് കാലാവസ്ഥയിലും ഈ കാഴ്ചകൾക്ക് ആരാധകരുമുണ്ട്. തടാകങ്ങൾക്ക് ചുറ്റുമായി വികസിച്ചു വന്നിട്ടുള്ള സവിശേഷ സംസ്കാരവും ഈ നഗരത്തിന്റെ മാത്രം പ്രത്യേകതയായി മാറുന്നു. സ്നേഹം കൊണ്ടും ആതിഥ്യ മര്യാദ കൊണ്ടും മനം കീഴടക്കുന്ന ഒരു ജനസമൂഹവും കൂടി ചേരുമ്പോൾ ശ്രീനഗർ യാത്ര ഏതൊരു സഞ്ചാരിക്കും മറക്കാനാവാത്ത അനുഭവമായി മാറും.